ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഒക്ടോബർ മാസത്തെ ഫലമാണ് പറയുന്നത്. ഒക്ടോബർ മാസത്തിൽ കന്നിക്കൂറുകാർക്കുള്ള ഫലമാണ് പറയുന്നത്. കന്നിക്കൂറ് എന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ അവസാനത്തെ മുക്കാൽ ഭാഗവും അത്തവും ചിത്തിരയുടെ ആദ്യത്തെ പകുതി ഭാഗവും കൂടി ചേരുന്ന കന്നി രാശിക്കാർക്ക് ലഗ്നത്തിൽ ഉച്ചസ്ഥനായിട്ട് നിൽക്കുന്ന ബുധൻ, രാശിനാഥൻ തന്നെയാണ് പറയുന്നത്. അതായത് കന്നി അധിപൻ തന്നെ കർമ്മസ്ഥാനത്തിൻ്റെ അധിപനും കൂടിയാണ് ബുധൻ ഉച്ചസ്ഥനായി നിൽക്കുന്നു. കൂടെ സൂര്യൻ നിവന്റെ യോഗത്തോട് നിൽക്കുന്നു. കൂടെ കേതു ഉണ്ട്. രണ്ടാം ഭാവത്തിൽ സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്ന ശുക്രൻ നിൽക്കുന്നുണ്ട്. അനുകൂല ഫലത്തിൽ. ലഗ്നത്തിൽ നിൽക്കുന്ന ബുധനം അനുകൂല ഫലത്തിലാണ്. ആറാം ഭാവത്തിൽ നിൽക്കുന്ന ശനിയാണെങ്കിൽ ഗംഭീരപരമായിട്ടുള്ള ഗുണഫലത്തിലാണ് നിൽക്കുന്നത്. 7 രാഹു അനുകൂലമല്ല. 9 വ്യാഴം വളരെ അനുകൂലമാണ്. വക്രഗതിയാണ്. വക്രഗതി ആയ കാരണം വ്യാഴത്തിന് ബലം കുറച്ചുകൂടി വർധനവുണ്ടാകും. അതായത് ശക്തി കൂടും. വ്യാഴത്തിൻ്റെ സ്ഥിതി ശക്തി കൂടുന്ന പറയുന്നത്. അതായത് ഇരിക്കുന്ന രാശി ശത്രുശ്രേഷ്ഠ ക്ഷേത്രമാണെങ്കിലും വക്രഗതിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗ്രഹങ്ങൾക്ക് സ്വാഭാവികപരമായിട്ട് ശക്തി കൂടും, അതായത് ബലം കൂടും എന്നാണ് പറയുന്നത്. അതായത് സ്വക്ഷേത്രം നിൽക്കുമ്പോൾ ഉച്ചക്ഷേത്രം നിൽക്കുന്ന സമയത്തുള്ള ബലം കിട്ടുവാനും സാധ്യതയുണ്ട്. അതിന് കാരണം 9 ബലവാനായിട്ടുള്ള വ്യാഴം നിൽക്കുന്നത് വളരെ ഗുണകരമായിട്ടുള്ളതാണ്. 10ാം ഭാവത്തിൽ കർമ്മരംഗത്ത് നിൽക്കുന്നത് ചൊവ്വയാണ്. സേനാധിപത്യം വഹിക്കുന്ന ഭൂമികാരകനമായിട്ടുള്ള ചൊവ്വയാണ് നിൽക്കുന്നത്. അപ്പോൾ അത് കാരണം തന്നെ ഇവർ കന്നിരാശിക്കാർക്ക് ഏത് മാസം നോക്കിയാലും അല്ലെങ്കിൽ എല്ലാ മാസങ്ങളും ഗുണഫലമാണല്ലോ എന്ന് പറഞ്ഞു പറയാറുണ്ട്. ഈ മാസവും ഗുണഫലം തന്നെയാണ് സൂചിപ്പിക്കുന്നത്. കാരണം വളരെ അനുകൂലപരമായിട്ട് ഉള്ള ചെറിയ രാഹുവിനെ മാത്രം രാഹു ഇനി കേതുവിനെ എടുത്തു കഴിഞ്ഞാൽ 2 ഗ്രഹങ്ങളിനെ ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഗ്രഹങ്ങളും വളരെ അനുകൂല കാര്യത്തിൽ നിൽക്കുന്നതാണ്. അപ്പോൾ 9 ഗ്രഹങ്ങളുണ്ട്. 7 ഗ്രഹങ്ങളുടെ അനുകൂലപരമായി നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാനുള്ളത്? അത്രയ്ക്ക് ഗുണകരമായിട്ടുള്ള ഒരു അതിശയിപ്പിക്കുന്ന ഒരു ഗുണഫലമാണ് നിൽക്കുന്നത്. എന്തൊക്കെയാണ് വേണ്ടത് എന്ന് നമ്മൾ അങ്ങോട്ട് ചോദിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്താ ആവശ്യം? നിങ്ങളുടെ ആവശ്യം എന്താണ്? സമ്പത്താണോ? അല്ലെങ്കിൽ ജോലിയാണോ? ഗവൺമെൻറ് ഉദ്യോഗമാണോ? വിവാഹമാണോ? സിനിമ അഭിനയിച്ച് വിജയിച്ച് കാണിച്ചു തരാനോ? രാഷ്ട്രീയത്തിൽ ഇറങ്ങി സ്ഥാനമാന പദവികൾ വേണോ? ഉയർന്ന ഉദ്യോഗം വേണോ? സ്ഥാനമാന പദവികൾ എന്ന് അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു സമയമായിട്ടാണ് പറയുന്നത്. അല്ലാണ്ട് ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരേണ്ട സമയമായിട്ടല്ല കാണുന്നത്. കാരണം അത്രയ്ക്കും യോഗപരമായിട്ടുള്ളൊരു സമയമായിട്ടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കാരണം അവനവൻ്റെ പരിശ്രമം കൂടി ഉണ്ടെങ്കിൽ വളരെ വിജയസാധ്യതയിലെത്തുന്നുള്ള യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ധനലാഭം, വാഹനലാഭം, വാഹനയോഗം, ആഡംബര വാഹനയോഗം, ആഡംബര ബിസിനസ്, ആഡംബരപരമായിട്ടുള്ള എല്ലാവിധ ലാവിഷായിട്ടുള്ള ചെലവുകൾ, സ്ഥാനമാന പദവികൾക്ക് അല്ല നമ്മൾ അറിയാതെ വന്ന് ചേരുക, അപ്രതീക്ഷിതപരമായിട്ടുള്ള ധനങ്ങൾ വന്ന് ചേരുക, അപ്രതീക്ഷിതപരമായിട്ടുള്ള ഭാഗ്യങ്ങൾ വന്ന് ചേരുക, രാഷ്ട്രീയക്കാരിൽ നിന്നും പ്രചോദനങ്ങൾ ഉണ്ടാവുക, അവരുമായിട്ട് കൂട്ടുകെട്ടുകൾ ഉണ്ടാവുക, ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള ചങ്ങാത്തം ഉണ്ടാവുക, രാജാക്കന്മാരോടൊപ്പം അല്ലെങ്കിൽ മന്ത്രിമാരോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ലഞ്ച് കഴിക്കാനുള്ള യോഗങ്ങൾ ഉണ്ടാവുക, അല്ലെങ്കിൽ അവരുമായിട്ട് പരിചയപ്പെടാൻ പറ്റുന്നവർ, ഉയർന്ന VIP-കളുമായിട്ട് കൂട്ടുചേർന്ന് നടക്കാനുള്ള യോഗങ്ങൾ ഉണ്ടാവുക, പുതിയ കൂട്ടുകെട്ട് ബന്ധങ്ങളിലൂടെ സുഹൃത്ത് വരെയും ഉണ്ടാക്കുക, പുതിയ വിപണികൾ സൃഷ്ടിക്കുക, പുതിയ ബിസിനസ്സുകൾ കണ്ടുപിടിക്കുക, പുതിയ മേഖലകൾ കണ്ടുപിടിക്കുക, പുതിയ ഗവേഷണങ്ങൾ കണ്ടുപിടിക്കുക. യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞു പറഞ്ഞാൽ ചുരുക്കി പറഞ്ഞു കാരണം വളരെ ഉഗ്രഹപരമായിട്ടുള്ളൊരു സമയത്തിലൂടെയാണ് ഇവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവർ വിചാരിച്ചു കഴിഞ്ഞാൽ, ഇവരുടെ ജാതകം കൂടി ഇവരെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവരെ എവിടെ എത്താൻ പറ്റുമോ അവിടെ എത്തിച്ചേരും എന്നതിൽ യാതൊരു സംശയമില്ലാത്ത ഒരു സംഭവ ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ ഈ രാശിക്കാരനെ ഇപ്പോൾ പുറത്തുവരയ്ക്കും നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ വളരെ ഉചിതപരമായിട്ട് പിന്നെ പറയാനുണ്ട്. അത്രയ്ക്കും യോഗപരമായിട്ടുള്ളൊരു ഫലമാണ് കിട്ടുന്നത്. രാഷ്ട്രത്തിൽ പ്രവർത്തിക്കുന്നവരെല്ലാം വളരെ സുഖകരമായിട്ടും അവർ ഉദ്ദേശിക്കുന്ന ലെവലുകളിലെല്ലാം കാര്യങ്ങൾ നീങ്ങുകയും അവർക്ക് നിന്നുള്ള ഒരു തേജസ് അല്ലെങ്കിൽ ഐശ്വര്യം കൈവരിക്കുവാനുള്ള സാധ്യതയും ഈശ്വരാധീനം വളരെ അനുകൂലകരമായിട്ടുള്ളൊരു സമയമാണ്. ഭാഗ്യകടാക്ഷങ്ങൾ ധാരാളം വന്നു ചേരുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യവശത്താൽ ധനം വന്നു ചേരുവാനുള്ള സാധ്യത തീർച്ചയായിട്ടും ഉണ്ട്. ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം തന്നെ ഉണ്ടാവും എന്ന് തന്നെ പറയാൻ പറ്റും എന്നുള്ളതൊക്കെ പറയണത്. അതല്ലാത്തവർക്ക് അതിന് തുല്യമായിട്ടുള്ള വേതനം, ബിസിനസ് വേതനത്തിനോട്ട് ലക്ഷങ്ങളോ കോടികളോ വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. ആഡംബര ഭവനത്തിന് തുടക്കം കുറിക്കുവാനോ അല്ലെങ്കിൽ ആഡംബര ഭവനമോ വില്ലകളോ ഫ്ലാറ്റുകളോ സ്വന്തമായിട്ടുള്ള ബിൽഡിംഗ് ഫ്ലാറ്റുകളോ നിർമ്മാണ പ്രവർത്തനങ്ങളോ എല്ലാം വാങ്ങി അതിനെ പുനരുദ്ധീകരിക്കുവാനുള്ള സാധ്യതയുണ്ട്. റെയിൽവേ എസ്റ്റേറ്റുകാർ കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യുന്നവർക്ക്
വൻകിട കോർപ്പറേറ്റ് സംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്കെല്ലാം കോടികളുടെ ബിസിനസ് കയറി മറിയുന്നത് അറിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ചെറുകിടക്കാരുടെ കാര്യങ്ങളിൽ അന്വേഷിച്ച് പറഞ്ഞാൽ അതേപോലെ അവർക്ക് എത്രത്തോളം പൊങ്ങാൻ പറ്റും അത്രത്തോളം പൊങ്ങാൻ പറ്റും എന്നുള്ള പറയുന്നത്. അതായത് ഒരു അപ്പൂപ്പൻ താടി എടുത്ത് താഴ്ത്തിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വെയിറ്റിനനുസരിച്ച് അത് ഉയരും. അതേ സമയത്ത് ഒരു പേപ്പറിൻ്റെ ഒരു കാര്യമുള്ള പേപ്പർ കഷ്ണം ഇട്ടുകൊണ്ട് അത് പൊങ്ങാൻ ചില ബുദ്ധിമുട്ടാണ്. അപ്പോൾ എത്രത്തോളം പൊങ്ങാൻ പറ്റുമോ അത്രത്തോളം പൊങ്ങാൻ പറ്റാൻ കെൽപ്പുള്ള അതായത് അതിന് കപ്പാസിറ്റി ഉള്ള ആളുകളാണെങ്കിൽ പൊങ്ങി വരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത്രത്തോളം യോഗമുള്ള ഒരു രാശിയിലാണ് ഇപ്പോൾ രാശിക്കാർക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. എപ്പോഴെങ്കിലും 10-30 വർഷം കൂടുമ്പോൾ വന്നു ചേരുന്ന ഒരു യോഗമാണ് ഇപ്പോൾ വന്നു ചേർന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് വളരെ ഗുണകരമായിട്ടുണ്ട്. വിവാഹ യോഗം തീർച്ചയായിട്ടും നടന്നിരിക്കും. ഇനിയിപ്പോൾ 35 അല്ല 38 വയസ്സ് 40 വയസ്സാണെങ്കിൽ ഇവർക്ക് വിവാഹം നടന്നിരിക്കും എന്ന് തന്നെ പറയുന്നത്. യുവാക്കൾക്ക് പ്രണയത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം പ്രണയ സാഫല്യം ഊർജിതപരമായി അവരുടെ ഇഷ്ട സാഫല്യം അണയുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇഷ്ട വിഭവങ്ങൾ കഴിക്കുവാനും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുവാനും ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും ഇഷ്ടപ്പെട്ട വീടുകൾ വാങ്ങിക്കുവാനും ഇഷ്ടപ്പെട്ട വാഹനത്തിൽ സഞ്ചരിക്കുവാനും ഇഷ്ടപ്പെട്ട വാഹനം യോഗ്യമാക്കാനും എന്ത് സ്വന്തമാക്കണം എന്ന് തോന്നുന്നു അത് സ്വന്തമാക്കാനുള്ള ചങ്കൂറ്റവും പവറും അതുപോലെ അതിനുള്ള സാമ്പത്തിക ഭദ്രതയും ധൈര്യവും ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. അത്രയ്ക്കും പൊസിഷൻ നിൽക്കുന്നതാണ്. സേനാധിപത്യം വഹിക്കുന്നവർക്കെല്ലാം വളരെ വളരെ ഉചിതപരമായിട്ടുള്ള നേട്ടങ്ങളും മെഡലുകളും കാര്യങ്ങളും എല്ലാം വരുവാൻ സാധ്യതയുണ്ട്. അതുപോലെ അതിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, സേനാധിപത്യം പറഞ്ഞാൽ പലതുണ്ട്, പോലീസ്, ജവാന്മാർ, നാവികസേന, കരസേന, വ്യോമസേന, അങ്ങനെ ഒരുപാട് ഇതിലുണ്ട്. അതിലെല്ലാം ജോലികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും ജോലി കിട്ടും എന്നാണ് പറയുന്നത്. അതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെല്ലാം ഒരുപാട് സ്ഥാനമാന പദവികൾ ഈ രാശിയിൽപ്പെട്ടവർക്ക് കിട്ടുവാനുള്ള യോഗങ്ങൾ കാണുന്നുണ്ട്. IPS പദവികൾ, അതുപോലെ തന്നെ അതിന് മേലുള്ള IAS, IFS, അങ്ങനെയുള്ള DGP അങ്ങനെയുള്ള നേട്ടങ്ങൾ ഒരുപാട് വരുവാനുള്ള സാധ്യതയുണ്ട്. ചില കേസ് വിഷയങ്ങളെല്ലാം ഇവരുടെ പേര് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതെല്ലാം അനുകൂലപരമായിട്ട് വന്നു ചേരുവാനുള്ള കാരണം കേസ് കെട്ടുകളിൽ വിജയങ്ങൾ കൈവരിക്കുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കെല്ലാം സ്വന്തമായി വാഹനം നിർമ്മിക്കുവാനുള്ള പവറോ അല്ലെങ്കിൽ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ച് ഹൈടെക് സംബന്ധമായിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ച് പുതിയ വാഹനങ്ങൾ വിപണിയിൽ ഇറക്കുവാനുള്ള സാധ്യതകളുണ്ട്. വാഹനങ്ങൾ എന്ന് പറഞ്ഞാൽ വെറും കാർ മാത്രമല്ല, പല വാഹനങ്ങളും, ഷിപ്പ് യാർഡ് മുതൽ ട്രെയിൻ മുതൽ വിമാനം മുതൽ അങ്ങനെ കപ്പൽ മുതൽ അങ്ങനെ എല്ലാ മേഖലകളിലുള്ള വാഹനങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. ഇരുമ്പ് സംബന്ധമായിട്ടുള്ള മേഖലയിൽ, സ്റ്റീൽ സംബന്ധമായിട്ടുള്ള മെക്കാനിക്കൽ സംബന്ധമായിട്ടുള്ള മേഖലയിൽ, ഹൈടെക് സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇലക്ട്രിക് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് കാണുന്നത്. അതുപോലെ 2-ൽ ശുക്രൻ നിൽക്കുന്ന കാരണം ഇഷ്ട സംബന്ധമായിട്ടുള്ള വാഹനം സ്വന്തമാക്കുവാനുള്ള സാധ്യത, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഭാര്യയെ തിരഞ്ഞെടുക്കുവാനുള്ള സാധ്യത, അതുപോലെ വിദേശ യാത്ര, വിദേശ പര്യടനം, നീണ്ട ദീർഘദൂര യാത്ര ചെയ്യുവാനുള്ള യോഗം, ബിസിനസ് സംബന്ധമായിട്ടുള്ള ടൂർ പാക്കേജുകൾ, അങ്ങനെയുള്ള എല്ലാ യോഗങ്ങളും വന്നു ചേരുവാനുള്ളൊരു മാസം തന്നെയാണ് ഈ മാസം എന്ന് പറയുന്നത്. കന്നിരാശി പുറത്തുവരയ്ക്കും പറയുകയാണെങ്കിൽ ഈ മാസം ഒക്ടോബർ മാസം വളരെ ഗുണകരമായിട്ടൊരു മാസം തന്നെയാണ്. നമസ്കാരം.